ഹായ് ഗായ്സ്, ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിസൈനാണ്. ഒരു ബ്യൂട്ടിഫുൾ അറബിക് ഡിസൈനാണ്. ഫസ്റ്റ് സ്പൈറൽ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഹംപ് ഡിസൈൻ ചെയ്യുക. അതിന് അടുത്തടുത്തായിട്ട് തന്നെ വരണം. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ലൈൻസ് പെറ്റൽസ് ഡ്രോ ചെയ്യണം. അതിൻ്റെ മേലെ ഒരു വലിയ പെറ്റൽസ് ഡ്രോ ചെയ്യണം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വൺ മോർ ഫ്ലവർ അതിന് അറ്റാച്ച് ആയിട്ട് വരും. ഒരു സ്പൈറൽ ചെയ്തിട്ട് സെയിം ഞാൻ ഫസ്റ്റ് ചെയ്തില്ലേ അതേപോലത്തെ ഷേപ്പിൽ മുകളിലും അതേ ചെയ്യണം. പിന്നെ ഒരു പെറ്റൽസ് ഡ്രോ ചെയ്യണം, അങ്ങനെ വലിയ പെറ്റലായിട്ട്. അപ്പോൾ ഈ ഫ്ലവർ രണ്ടും ടുഗെദറായി. ഉള്ളിൽ ഈ രണ്ട് പെറ്റൽസിൻ്റെ ഉള്ളിലും ഞങ്ങൾ എന്താക്കണം, ഷെയ്ഡിങ് കൊടുക്കണം. സ്ലോ, ചില ആൾക്ക് വരില്ല, ഫസ്റ്റ് ട്രൈനൊന്നും വരില്ല. അത് ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ വരും. നല്ല ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യണം, താഴെ ഞാൻ ഒരു ലീഫ് ഈ പ്രാവശ്യം ഇത് ഡിഫറെൻറ്റ് ലീവ്സാണ്. ഒരു സിഗ്സാഗ് ലുക്ക് ഉണ്ട്. സിഗ്സാഗ് ലുക്ക് ഉണ്ട്, കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ഉണ്ടാവും. അതിനുള്ളിൽ ഷെയ്ഡിങ് കൊടുക്കണം. ഷെയ്ഡിങ് കൊടുത്തിട്ട് ഒരു ലൈൻ ഇട്ടാൽ മതി, നല്ല ലുക്ക് ഉണ്ടാവും. അത് സെയിം സിഗ്സാഗ് പാറ്റേൺ ലീവ്സ്. പിന്നെ ഇത് ഈ ഫ്ലവറിന് എന്താക്കണം, ഒരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ബോർഡറിന് ഒരു കുറച്ചായിട്ട് പ്രസ്സാക്കിയിട്ട് തിക്കായിട്ട് ചെയ്യണം. ഇത് അതിൻ്റെ മുകളിൽ തന്നെ ഒരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് വൺ മോർ ലൈൻ ഇട്ടാൽ മതി. ഇങ്ങനെ ടു ഫ്ലവറായി. അതിൻ്റെ താഴെ എന്താക്കണം, ഒരു ചെറുതായിട്ട് ലീവ്സിൻ്റെ ഈ ഹണി ഡ്രോപ്പൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ചെറിയ ലീവ്സ് ഡ്രോ ചെയ്താൽ മതി. ഇതൊക്കെ ഡ്രോ ചെയ്യുന്നതുകൊണ്ട് എന്താണെന്നാൽ കുറച്ച് ഡിസൈൻസ് വലുതായിട്ടും കാണും. അഡീഷണലായിട്ട് ഒരു ചെറിയ ഡിസൈൻ ആണെങ്കിലും കുറച്ച് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് അറബിക് ലുക്കിൽ ഇതൊക്കെ നല്ല കാണും. ഇങ്ങനെ അഡീഷനായിട്ട് ലീവ്സൊക്കെ കൊടുക്കുമ്പോൾ സെയിം താഴെ ഡിസൈൻ ചെയ്ത പോലെ മുകളിലും സെയിം അതേ ഫ്ലവർ ഡിസൈൻ ചെയ്യാം. അതേ പെറ്റൽസ് എല്ലാം ഡ്രോ ചെയ്തിട്ട് ഉള്ളിൽ ഷെയ്ഡിങ് കൊടുക്കണം. ഇവിടെ വൺ റോസ് മതി. താഴെ ടു ഫ്ലവർ ചെയ്തിരുന്നു. ഇവിടെ ഓൺലി വൺ ഫ്ലവർ ചെയ്യുന്നു. പിന്നെ ഉള്ളിൽ ഷെയ്ഡിങ് കൊടുക്കണം. ഷെയ്ഡിങ് കൊടുത്തിട്ട് ഒരു തിക്കായിട്ട് അതിൻ്റെ മേലെ ഡ്രോ ചെയ്യണം, ഒരു തിക്ക് ലൈൻസ്. ബിക്കോസ് അത് തിക്കായിട്ട് കാണണം. സ്റ്റെയിൻ വന്നാലും നല്ല തിക്കായിട്ട് കാണും. അപ്പോൾ പിന്നെന്താക്കണം, ഒരു താഴെ ഫ്ലവറിൽ നിന്ന് മുകളിലോട്ട് കണക്റ്റ് ആക്കണം ഒരു ലൈന്. സെയിം അപ്പോൾ ഒന്ന് ലീഫ് ചെയ്തില്ലേ ഹണി ഡ്രോപ്പിൻ്റെ, സെയിം അതുപോലെ തന്നെ സ്ലോ ആയിട്ട് സ്മൂത്തായിട്ട് ചെയ്യണം. ഇത് ഹരിബരി ചെയ്യരുത്, മെല്ലനെ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഫില്ലാകും ഈ ലൈന്. ഇത് പെട്ടെന്നും ആകും, ഈസി ഡിസൈനാണ്, വേഗമായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഈ ഫ്ലവറിന് കണക്റ്റായിട്ട് ഒന്ന് താഴോട്ട് കൊടുത്തിരുന്നു ഒരു ലീവ്സ്. അതുപോലെ ഇപ്പോൾ മുകളിലോട്ട് ഒരു ലീവ്സ്, സെയിം സിഗ്സാഗ് ഷേപ്പത്തെ ലീവ്സാണ്. പിന്നെ മിഡലിൽ ഒരു ലൈൻ ഇടുക. അങ്ങനെ ഈ ലീവ്സ് കഴിഞ്ഞു. പിന്നെ ഇവിടെ ജസ്റ്റ് ഹണി ഡ്രോപ്പ് പോലെ ഇട്ടിട്ട് ഒരു 3 ലൈൻസ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു ലൈൻ കണക്റ്റ് ആക്കണം. ഈ ലീഫിൽ നിന്ന് ആ ഫ്ലവറിലോട്ട് ഒരു ലൈൻ കണക്റ്റ് ആക്കിയിട്ട് ഒരു ഡോട്ട്സ് ഇട്ടുകൊണ്ട് പോയാൽ മതി. മിഡലത്തെ ഡോട്ട് കുറച്ച് വലുതുണ്ടാണ്. പിന്നെ ഇത് കണക്റ്റ് ആക്കിയിട്ട് വൺ മോർ ഫിംഗറിൽ സെയിം ലീവ്സ് താഴോട്ട് കണക്റ്റ് ആക്കിയ ലൈൻസ് തന്നെ മുകളിലോട്ടും കണക്റ്റ് ആക്കണം. ഓക്കെ, പിന്നെ ഫിംഗേഴ്സിലൊക്കെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഡിസൈൻ കൊടുത്തിട്ട് ഫില്ലാക്കുക. ഞാൻ ആക്ച്വലി ഓൾറെഡി ഹെന്ന ഇട്ട് വെച്ചിരുന്നു ആ ഷേപ്പിൽ. അതുകൊണ്ട് എൻ്റെ ആ സ്റ്റേൻ്റെ മേലെ ഞാൻ താഴോട്ട് ഇടാതെ താഴോട്ടൊരു ഹണി ഡ്രോപ്സിന് ഇങ്ങനെ കുറച്ച് ഹണി ഡ്രോപ്പ് പോലെ ആക്കിയിട്ട് കുറച്ച് വലിച്ചാൽ മതി ഇങ്ങനെ. അപ്പം നിങ്ങൾ ഓൾറെഡി ഇട്ട് വെക്കുകയാണെങ്കിൽ ഹെന്ന
ഇതിൻ്റെ മേലിടുമ്പോഴും നല്ല കാണാൻ നല്ല ഉണ്ടാവും. ഗായ്സ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്സും കമൻസും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.